നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈഫിലൊരു ട്യൂട്ടോറിയൽ ഉണ്ടായാൽ കൊള്ളാൻ തോന്നിയിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു യൂസർ മാനുവലെങ്കിലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് വെൽക്കം ടു സ്ലൈറ്റ്ലി സ്ക്രിപ്റ്റഡ്. എൻ്റെ പേര് വൃന്ദ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും അതിൻ്റെ കൂടെ യൂസർ മാനുവൽ വരുന്നുണ്ട്. TV വാങ്ങിയാൽ വരുന്നുണ്ട്, പ്രഷർ കുക്കർ വാങ്ങിയാൽ വരുന്നുണ്ട്, മിക്സി വാങ്ങിയാൽ വരുന്നുണ്ട്, മൊബൈൽ ഫോൺ വാങ്ങിയാൽ വരുന്നുണ്ട്. ഇതിലെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ സാധനം എങ്ങനെ പ്രവർത്തിപ്പിക്കണം, എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് ഇതിന് വരാൻ സാധ്യതയുണ്ട്, ഓരോന്നും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ നമ്മൾ ശരിയാക്കണം, എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി ഒന്നും പോട്ടെ, അതിൻ്റെ താഴെ നമുക്ക് കസ്റ്റമർ കെയർ നമ്പർ വരെ കൊടുത്തിട്ടുണ്ട്. ബട്ട് വാട്ട് ലൈഫിൽ എന്താണുള്ളത്? നിങ്ങൾ ജനിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എന്താ കയ്യിൽ കിട്ടുന്നത്? ആകെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ്. ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഈ ലൈഫ് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്? ഇതിനൊരു എറർ സംഭവിച്ചാൽ നമ്മൾ എങ്ങനെയാണിത് നന്നാക്കുക? ഏത് നമ്പറിലേക്ക് നമുക്ക് വിളിച്ചാൽ ഇതിന് ശരിയാക്കി തരും? എന്തെങ്കിലും ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടോ? വൈ? നിങ്ങളെല്ലാവരും ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും. ഇതിൻ്റെ റീസൺ നിങ്ങൾ മോശമായതുകൊണ്ടല്ല, നിങ്ങൾക്ക് ആ ട്യൂട്ടോറിയൽ കിട്ടിയിട്ടില്ല. നമുക്കൊരു ട്യൂട്ടോറിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ലൈഫ് കറക്റ്റായി ടാക്കിൾ ചെയ്ത് തരുന്നില്ലേ? യെസ്. നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മളൊരു ഗെയിം കളിക്കുകയാണ്, അതിലുണ്ടൊരു പ്രോഗ്രസ് ബാർ. നിങ്ങൾ ഇത്ര ലെവലിലെത്തി, നിങ്ങൾക്ക് ഇത്ര ലെവൽ പോകാനുണ്ട്. നമ്മളൊരു സാധനം ഡൗൺലോഡിലിട്ടു, നമുക്കവിടെ പ്രോഗ്രസ് ബാർ കാണിക്കും. ബട്ട് വൈ? ലൈഫിലൊരു പ്രോഗ്രസ് ബാർ പോലും ഇല്ല. നമ്മൾ ശരിയായ ഡയറക്ഷനിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ആവോ എത്ര പ്രോഗ്രസ്സായി? ആവോ ഇതൊക്കെ എങ്ങനെ അറിയാനാ? ജോത്സ്യം പഠിക്കണോ ഇനി ലൈഫിൽ ജീവിക്കണമെങ്കിൽ? വൈ? ലൈഫ് ഉണ്ടാക്കിയ ആൾ എന്തുകൊണ്ട് ഒരു യൂസർ മാനുവൽ വെച്ചില്ല അതിൽ? ഇറ്റ്സ് എ വെരി സീരിയസ് ക്വസ്റ്റ്യൻ, റൈറ്റ്? ദെൻ നമ്മൾ ഫോണിൽ, കാൽക്കുലേറ്ററിൽ, എന്തിലായാലും നമ്മളൊരു ഇൻവാലിഡ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് കറക്റ്റായിട്ട് റെസ്പോൺസ് കിട്ടത്തില്ല. അവിടെ നമുക്ക് ഒരു മെസ്സേജ് വരും, നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ശരിയല്ല, അല്ലെങ്കിൽ ഇത് സ്കാം ആവാൻ സാധ്യതയുണ്ട്, എല്ലാം നമുക്കിങ്ങനെ വരുന്നുണ്ട്. ബട്ട് ലൈഫിൽ മാത്രം അങ്ങനെ വരുന്നില്ല. നമ്മളൊരു കാര്യം, ഒരു ഡിസിഷൻ, റോങ് ഡിസിഷൻ ആയിക്കോട്ടെ റൈറ്റ് ഡിസിഷൻ ആയിക്കോട്ടെ, നമുക്കൊരു അലേർട്ട് മെസ്സേജ് വരുന്നില്ല, ദിസ് ഇസ് എ റോങ് ഡിസിഷൻ, നിങ്ങൾ ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന്. എന്തുകൊണ്ട് ലൈഫിൽ നമുക്കൊരു അലേർട്ട് മെസ്സേജ് ഇല്ല? അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിരിക്കും, നിങ്ങളൊരു കോഴ്സിൽ കയറാൻ നേരം തെറ്റായ കോഴ്സാണ്, അപ്പം നമുക്കൊരു അലേർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കോഴ്സിൽ നിന്ന് പിന്മാറൂലേ? ഇതിപ്പോൾ ഒരു അലേർട്ടും ഇല്ല, ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര വർഷം കഴിയണം അതിൻ്റെ തെറ്റാന്ന് നമുക്ക് മനസ്സിലാക്കി, പിന്നെ നമുക്കിത് പുറകോട്ട് കൺട്രോൾ ചെയ്ത് അടിക്കാൻ വല്ല ഓപ്ഷനും ഉണ്ടോ? ദാറ്റ്സ് വൈ ഞാൻ പറയുന്നത് ലൈഫിനൊരു യൂസർ മാനുവൽ വേണം. എന്നാലേ നമുക്കിതെല്ലാം വായിച്ചു നോക്കി കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ, റൈറ്റ്? ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്കാമാണ് സാലറി. നമ്മൾ എത്ര സ്കൂളിൽ പഠിച്ചു, എത്ര കോഴ്സസ് നമുക്ക് ചെയ്തു, പക്ഷെ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടോ നിങ്ങൾ സാലറി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്? എനിക്കൊക്കെ സാലറി വന്നു കഴിഞ്ഞ് സാലറി എങ്ങോട്ടാണ് പോകുന്നതെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു ഹിസ്റ്ററി ഉണ്ട്, പക്ഷെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ആർക്കയച്ചു, എന്തിനയച്ചു, വൈ? ഒരു കൺട്രോൾ സെഡ് ഓപ്ഷൻ, അറ്റ്ലീസ്റ്റ് ഒരു കസ്റ്റമർ കെയർ നമ്പറെങ്കിലും. എൻ്റെ ലൈഫ് എറർ ആയിക്കൊണ്ടിരിക്കുമോ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ലൈഫ് ഹാങ് ആണ്, എന്താ ഒരു ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് ചെയ്ത് തരാൻ ചോദിക്കാൻ ഒരു കസ്റ്റമർ കെയർ നമ്പർ പോലും ഇല്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈഫിൽ യൂസർ മാനുവൽ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ comments.